ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇപ്പോൾ സമയം 9:53 കേട്ടോ. അപ്പോൾ രാവിലത്തെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞാൻ റെഡിയായത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണേ. ദീപേനെയും ഭവിതേനെയും ഇവരെ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വേറെ 2 ഫ്രണ്ട്സ് കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെയും കൂടെ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പോവാണ്. അവരെ എങ്ങനെയാണ് മീറ്റ് ചെയ്തതെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് പറയുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾ 11 മണിക്ക് ടൗൺ ഹാളിൽ മീറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ആൻഡ് എനിക്ക് ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേനും ഒരു മണിക്കൂർ എടുക്കും. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ലേറ്റ് ആവും. സോ വെൽക്കം ടു സിംപ്ലി ഗോപികാസ് യൂട്യൂബ് ചാനൽ. നല്ല വെയിലുള്ള സമയമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല തണുപ്പായിരുന്നു, അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു. വീണ്ടും ഇനി ഈ ഒരാഴ്ച ഫുള്ള് നല്ല ചൂടായിരിക്കും കേട്ടോ. 40-42 ഒക്കെ എത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെ മെട്രോ കയറി ഞാൻ ഗാഡിഗൽ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഗാഡിഗൽ സ്റ്റേഷനിൽ നിന്ന് ഒരു 4 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ടൗൺ ഹാൾ സ്റ്റേഷനിൽ എത്തും കേട്ടോ. അവരൊക്കെ ട്രെയിൻ സ്റ്റേഷനിലാണ് കേട്ടോ എത്തുന്നത്. ദീപ അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടെന്നുള്ള മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ, അതായത് ഒരു 10:57 ആകുമ്പോൾ എത്തേണ്ട രീതിയിലായിരുന്നു കേട്ടോ ഇറങ്ങിയത്. പക്ഷേ ഗാഡിഗൽ സ്റ്റേഷനിൽ നിന്ന് ടൗൺ ഹാൾ സ്റ്റേഷനിലോട്ട് നടക്കുമ്പോൾ എനിക്ക് എന്തോ വഴി തെറ്റിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ഈവെന്തോ ഞാൻ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും. അതുകൊണ്ട് ഒരു 11:01 കേട്ടോ ഞാൻ അവിടെ എത്തിയിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ മീറ്റിംഗ് സ്പോട്ട് എത്തി. ഇവിടെ വെച്ച് തന്നെയായിരുന്നു ഞങ്ങൾ പവിതേനെ മീറ്റ് ചെയ്തത്. ദീപയെ ഞാനും ആദ്യമായിട്ട് പവിതേനെ മീറ്റ് ചെയ്തത് ഈ സെയിം സ്പോട്ടിൽ വെച്ചായിരുന്നു കേട്ടോ. ഞാൻ എല്ലാവരെയും മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് റിയ, ഇത് പവി, ഓൾറെഡി കണ്ടിട്ടുണ്ട്. ദീപുവിനെ ഇടയ്ക്കിടയ്ക്ക് മിന്നായം പോലെ കണ്ടിട്ടുണ്ട്. ഇതാണ് ലക്ഷ്മി. എന്തെങ്കിലും ഒന്ന് പറയൂ. എന്നോട് പറഞ്ഞത് ഞാൻ മിണ്ടത്തില്ല, നാളെ തന്നെ ഞാൻ പൊക്കി മിണ്ടിപ്പിക്കാൻ. നമ്മൾ എങ്ങനെയാ മീറ്റ് ചെയ്തത്? ഇവിടെ ഒരു ഞങ്ങള് മീറ്റ് ചെയ്തത് ദീപേനെ മീറ്റ് ചെയ്തു, അവിചാരിതമായി ദീപേനെ മീറ്റ് ചെയ്തു, ദീപ ത്രൂ ഞങ്ങള് ഗോപികനെ മീറ്റ്. അതെ, അങ്ങനെയാണ് ഞങ്ങൾ മീറ്റ് ചെയ്തതല്ലേ? അതെ. ആക്ച്വലി ഇവര് കണ്ടത് ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ ബോണ്ടായി വെച്ചല്ലേ പരിചയപ്പെട്ടെ? ബോണ്ടായി വെച്ചാണ് കേട്ടോ പരിചയപ്പെട്ട. അന്ന് പിറ്റേ ദിവസമായിരുന്നു ടെറർ അറ്റാക്ക് നടന്നത്. ആൻഡ് ആ സെയിം സ്പോട്ടിൽ തന്നെ, ഇവർ മീറ്റ് ചെയ്ത സെയിം സ്പോട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ ടെറർ അറ്റാക്ക്. പക്ഷെ അവര് തലേന്ന് പോയതുകൊണ്ട് കുഴപ്പമൊന്നും പറ്റിയില്ല. അന്നെന്തോ ഈവന്റ് നടക്കുന്നുണ്ടായിരുന്നല്ലോ ഹാരി പോട്ടറിന്റെ. അതുകൊണ്ട് പോയതാണ്. ഞങ്ങളും ആ ടെറർ അറ്റാക്ക് നടക്കുന്ന ദിവസം പോവാനിരുന്നായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് ജോലി ഉണ്ടായതുകൊണ്ട് പോയില്ല കേട്ടോ. അങ്ങനെയായിരുന്നു. ആദ്യം ഞങ്ങൾ പോയത് ക്യൂൻ വിക്ടോറിയ ബിൽഡിങ്ങിലായിരുന്നേ. ഇവിടെ ഒട്ടും പ്ലാൻ അല്ലായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ ഡാർലിംഗ് ഹാർബറിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്നായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നല്ല ചൂടായതുകൊണ്ട് ഔട്ട്സൈഡ് ഒക്കെ മീറ്റ് ചെയ്യുന്ന പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് ഏതെങ്കിലും അകത്തുള്ള പരിപാടി ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വെസ്റ്റ് ഫീൽഡിലോട്ട് പോവുകയാണ്. വെസ്റ്റ് ഫീൽഡിൽ ഫുഡ് കോർട്ടിലൊക്കെ ഇരുന്ന് സംസാരിക്കാനും പറ്റും, ഫുഡ് അടി നടക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയത്. ഞങ്ങളെല്ലാവരും കുറേ നാളായി ഇങ്ങനെ മീറ്റ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തിട്ട് കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ എല്ലാവർക്കും സമയവും സാഹചര്യമൊക്കെ ഒത്തു വന്നത്. ഫുഡ് കോർട്ടിൽ എത്തി ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഫുഡ് വാങ്ങാൻ വന്നതാണ്. ഓരോ ആൾക്കാരും ഓരോരോ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നത് ആസ് യൂഷ്വൽ ഇന്ത്യൻ ക്വിസീൻ ആയതുകൊണ്ടും എനിക്കിപ്പോൾ തൽക്കാലം പുതിയൊരു ഡിഷ് ട്രൈ ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാൻ വെറൈറ്റി ആയിട്ട് ചിക്കൻ റോളാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ എല്ലാവരും അവരവരുടെ ഫുഡൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിൽ വന്നിട്ടുണ്ട്. ഇത് മലാറ്റാനിലെ എന്തത് അറിയത്തില്ല. ഞാനിടും, ഇതെല്ലാം ഇടും. വെജീസ് ആൻഡ് എന്താ പറയാ നോൺ വെജിന്റെ അതെ. പിന്നെ ഇത് സാലഡ്, നോർമൽ ചിക്കൻ സാലഡ്. ഇത്
കേസരിയ. എന്തായാലും നാണോ. ആസ് യൂഷ്വൽ ഒരു ഇന്ത്യൻ ടച്ചുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എനിക്ക് ചിക്കൻ ടിക്ക റോളാണ് ഞാൻ വാങ്ങിയത്. എൻ്റെ ടിക്ക റോള് ഒരല്പം നീളം കൂടിപ്പോയി. ഇതെങ്ങനെ കഴിച്ചു തീർക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഐസ്ക്രീം കഴിക്കാൻ പോവുകയാണേ. റിയയ്ക്ക് ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ്. അപ്പം ഞങ്ങൾ കൂട്ടത്തിൽ കഴിക്കാൻ പോവാണ്. ഞാൻ ചിലപ്പോഴേ കഴിക്കും, എനിക്ക് അത്ര ക്രേവിങ്സ് വരുന്നില്ല. പുറത്ത് നല്ല ചൂടായിരുന്നേ, അതുകൊണ്ട് പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ഒക്കെ ആവുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ താമസിക്കുന്ന ഏരിയനേക്കാളും കുറച്ച് കുറവായിരുന്നു കേട്ടോ. ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ചൂടായാലും തണുപ്പായാലും എക്സ്ട്രീമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐസ്ക്രീമിന് വേണ്ടി ഞങ്ങൾ പോയത് ജലാറ്റിസ് മോളാണ്. ഇവിടെ നല്ല നല്ല ഫ്ലേവേഴ്സ് ഐസ്ക്രീം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്കാണ് കേട്ടോ വന്നത്. ഒരുപാട് ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആകെ കൂടെ കൺഫ്യൂഷനായി ഏത് വാങ്ങണം എന്നുള്ളത്. എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമല്ല കേട്ടോ, കേക്കിലായാലും ഐസ്ക്രീമിലായാലും. ഞാൻ കൂടുതലും അല്ലാത്ത ഫ്ലേവേഴ്സാണ് പിടിക്കുന്നത്. വാനില എനിക്കിഷ്ടമാണ്, സ്ട്രോബെറി ഇഷ്ടമാണ്, മാംഗോ അങ്ങനത്തെ ഐസ്ക്രീംസ് ഒക്കെ ആയിരിക്കും കേട്ടോ ഞാൻ യൂഷ്വലി വാങ്ങാറുള്ളത്. അങ്ങനെ എല്ലാവരും അവരവരുടെ ഇഷ്ടപ്പെട്ട ഐസ്ക്രീം വാങ്ങി. ഞാൻ വാങ്ങിയത് പിസ്ത ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് ഫ്ലേവർ ആണ്. ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചുമ്മാ വെറുതെ സ്ഥലമൊന്നുമില്ല, ഏതൊക്കെയോ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുക. അതാണ് കേട്ടോ പ്ലാൻ. പ്രത്യേകിച്ച് പോകാനായിട്ടൊരു സ്ഥലമൊന്നും ഞങ്ങളുടെ മനസ്സിലില്ലായിരുന്നു. ജസ്റ്റ് സിറ്റി വരിക, സിറ്റിയിൽ കാണുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക, അത്രയൊക്കെ ഉള്ളായിരുന്നുള്ളൂ കേട്ടോ. ഇവിടെയായിരുന്നു ഞങ്ങൾ ആദ്യം വരാനിരുന്ന ഐസ്ക്രീം കടയിലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയില്ല അല്ലേ, ലുക്ക് ഇത്രയും പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഞങ്ങൾ ജെലാറ്റിസ്മോ തന്നെ പോയി. ഇരിക്കണോ, ഞങ്ങൾ വേണമെങ്കിൽ ബോസൊക്കെ ചെയ്യാതെ. അങ്ങനെ ഇപ്പൊ സമയം എത്രയായി? 2:55. നമ്മൾ 11 മണിക്ക് മീറ്റ് ചെയ്ത ഇപ്പൊ 2:55. അത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ചെറുതായിട്ടൊരു വയ്യായ്മ. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇവരും അത് കാരണം ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം അവര് പറയൂ വീട്ടിലേക്ക്. അതെ, വീട്ടിലേക്ക് പോവുകയാണ്. എനിക്കൊരു ചെറിയ വയ്യായ്മയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവാ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇവരും വരുവാന്ന് പറഞ്ഞു. സോ ഇനി ഞാൻ വീട്ടിൽ വെച്ച് കാണാം. ബൈ. മുന്നേ ഞങ്ങളിവിടെ ആക്സസറീസ് ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്ന ഒരു കടയിൽ കയറിയേ. എനിക്ക് വേണം. ഗൈസ്, ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്നലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാനൊക്കെ ആയിരുന്നു കേട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് തീരെ വയ്യായിരുന്നല്ലോ. അപ്പം ഫ്രണ്ട്സുമായിട്ടൊക്കെ കണ്ട് അവരെയൊക്കെ മീറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പം എനിക്ക് വീട്ടിൽ വന്നപ്പോൾ 5 മണിയായി. പിന്നെ കുളിച്ച് ഫ്രഷായി ബെഡിൽ കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അത്രയ്ക്ക് ടയേർഡായിപ്പോയി. അതുകൊണ്ടാണ് ഒരു വീഡിയോയ്ക്ക് ഒരു കൺക്ലൂഷൻ ഇല്ലാതായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ എന്നെ സ്റ്റേഷനിൽ, മെട്രോ സ്റ്റേഷനിൽ കൊണ്ടുവിടുന്ന വഴിയിൽ ഞങ്ങളൊരു ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത് കയറി ആക്സസറീസൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. അത് ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. തൂക്കിയല്ല, ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഫോട്ടോ ആണ്, നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ കിട്ടി. ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഫോട്ടോ എടുത്തിട്ട് ലൈവായിട്ട് ഫോട്ടോ പ്രിൻറ്റ് ചെയ്യുന്ന കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ്. ലക്ഷ്മിയാണിത് സജസ്റ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് ടേൺസ് ഔട്ട് വെൽ. നല്ല രസമല്ലേ? ഞങ്ങൾ എല്ലാവരും ഓരോ ആക്സസറീസൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തതാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെന്നെ ഗാഡിഗൽ സ്റ്റേഷനിൽ കൊണ്ടാക്കി. അവരെന്നിട്ട് ചേർച്ചിലൊക്കെ പോയി കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ചുകൂടി ഇരുന്നേനെ, എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞത്. ഇനി ഞങ്ങൾ മീറ്റ് ചെയ്യും, ഇതൊക്കെയാണ് പ്ലാൻ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി തന്നെ ഇരുന്നായിരുന്നു, കാരണം എനിക്ക് വയ്യായിരുന്നു. പക്ഷേ ഇനി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കാണണമെങ്കിൽ 3 മാസം കഴിയും. ബിക്കോസ് ഞാൻ നാട്ടിൽ പോവാണ് ഈ മാസം. അപ്പോൾ അവരെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മീറ്റ് ചെയ്തത്. പിന്നെ എല്ലാവർക്കും ഒത്തു കിട്ടുന്ന ടൈമൊക്കെ ആ സമയമായിരുന്നു. അതുകൊണ്ട് ഞാനായിട്ട് ക്യാൻസൽ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നലെ മീറ്റ് ചെയ്തത്. എന്തായാലും നല്ലതായിരുന്നു. ഒരു തിരിച്ച് കോളേജിൽ പോയ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്.
സോ ഐ ആം ഹാപ്പി. സിഡ്നിയിൽ വന്നപ്പം ഒരാൾ പോലും ഇല്ലായിരുന്നു ഹാങ് ഔട്ട് ചെയ്യാൻ. ഇപ്പം ദേ എനിക്ക് ഇത്രയും ഫ്രണ്ട്സായി. ജസ്റ്റ് ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് യൂട്യൂബ് ചാനൽ. എനിക്ക് യൂട്യൂബ് ചാനൽ വഴിയാണ് എനിക്ക് 2 പേരെ കിട്ടിയത്. അവരിൽ ഒരാൾ വഴിയാണ് മറ്റ് 2 പേരെ കിട്ടിയത്. അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചാനൽ തുടങ്ങിയത് കൊണ്ട്. സോ എനിക്കറിയാം സിഡ്നിയിൽ ഇതുപോലെ കുറേ പേര് കാണും ഒറ്റയ്ക്ക് ഫ്രണ്ട്സൊന്നും ഇല്ലാതെ. കാരണം ഇവിടെ ഫ്രണ്ട്സിനെ കിട്ടാൻ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ ഓൾറെഡി പ്ലാൻ ചെയ്ത് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരണം, അങ്ങനെ പറ്റൂ. അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിരിക്കണം അങ്ങനെ. പക്ഷെ ഇതല്ലാതെ കല്യാണം കഴിച്ച് ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഫ്രണ്ട്സിനെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൂടാം. അത്രയുള്ള മെസ്സേജ് കമൻറ്റ് ഇടൂ, ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇടൂ, നമുക്ക് സംസാരിക്കാം, എന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ നിർത്താല്ലേ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, comment and subscribe to my channel. See you in my next vlog. Till then, ta-ta.